ഇതിപ്പോ നിന്റെ മുറിയല്ല, നീലിന്റെ മാത്രം മുറിയാ. നീൽ ജീവിതത്തിൽ നിന്ന് നിന്നെ ഒഴിവാക്കി കഴിഞ്ഞു. ഒരു പുറംജോലിക്കാരിയുടെ വില പോലും ഇപ്പൊ നിനക്ക് ഈ വീട്ടിലില്ല. അത് ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള കാര്യ. അതിനിടയില് പുറത്തുനിന്നുള്ള ഒരാളുടെ അഭിപ്രായം എനിക്ക് ആവശ്യമില്ല. ആവശ്യമുണ്ടോ ഇല്ലയോന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. തൽക്കാലം ഈ തുണി ഞാൻ തന്നെ കഴുകും. നീയേ പുറത്തുനിന്ന് കാര്യങ്ങൾ കണ്ടാ മതി. ആഹാ, ഇത് കൊള്ളാലോ. ഇത് നീലിന്റെ തുണികളാണോ? നീല് കണ്ടില്ലേ നീ ഇതെടുക്കുന്നത്? അതിന് നീല് മുറിയിലില്ലല്ലോ. പക്ഷേ വേറൊരാള് കണ്ടു, എന്നെ തടയാൻ ശ്രമിക്കുകയും ചെയ്തു. ആര്? സ്വാതിയോ? എന്നിട്ട് എന്ത് സംഭവിക്കാൻ? അവളെ ഞാൻ നിർത്തി പൊരിച്ചു. ഇനി നീലിന്റെ മുറിയിൽ കയറാൻ അവൾക്ക് എന്ത് അവകാശമുള്ളത്? അല്പം മുൻപ് ഈ തുണി കഴുകാനെടുത്തപ്പോഴേ നീൽ അവളെ ഓടിച്ചു. അതുകൊണ്ടാ ഞാൻ ഇത് കഴുകാനെടുത്തത്. അത് നന്നായി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നീല അവളെ അകറ്റി നിർത്തിയിരിക്കുന്നെങ്കിലും വേദയെ അടുപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ നീലിന്റെ പ്രീതി പിടിച്ചു പറ്റാൻ നോക്ക്. എവിടെയാ വാഷിംഗ് മെഷീൻ? ഇതൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് കഴുകാം. അയ്യോ, അത് പറ്റില്ല. ഇതേ വാഷിംഗ് മെഷീനിലിട്ട് കഴുകാൻ പറ്റില്ല. പറ്റില്ലെന്നോ? അതെന്താ വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയാല്? അതിനൊരു കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? അതെ, ഈ നീലിന്റെ തുണി വാഷിംഗ് മെഷീനിലിട്ട് കഴുകുന്നത് നീലിന് ഇഷ്ടമല്ല. പിന്നെ അത് പുറത്തെ കല്ലില് സോപ്പിട്ട് തന്നെ കഴുകണം. ഇത്രയും നാള് സ്വാതി അങ്ങനൊക്കെ തന്നെയാ കഴുകിക്കൊണ്ടിരുന്നത്. കല്ലില് സോപ്പിട്ട് കഴുകാനോ? ഇത്രയും തുണിയോ? ഇത്രയും തുണി മാത്രമല്ല, നീലിന്റെയും അച്ഛന്റെയും ചിലപ്പോ ഗിരിയുടെയും മുഴുവൻ തുണികളുവേ സ്വാതി കല്ലിൽ തന്നെയാ കഴുകിക്കൊണ്ടിരുന്നത്. അല്ലാതെ എങ്ങാനും കഴുകിയെന്ന് നീലറിഞ്ഞ അയ്യോ, അന്നിവിടെ കൊലപാതകം നടക്കും. എന്റെ ദൈവമേ, ഇത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ തുണി എടുക്കാൻ പോവില്ലായിരുന്നു. കല്ലില് സോപ്പിട്ട് തുണി കഴുകാൻ എനിക്ക് അറിയില്ല ഗൗരി. അതൊന്നും സാരമില്ല, ഇങ്ങനെയൊക്കെയല്ലേ അങ്ങ് പഠിക്കുന്നത്. ആ ഗൗരി, എന്നാ പിന്നെ നീ എനിക്കൊരു സഹായം ചെയ്യ. ഈ തുണിയൊക്കെ നീ തന്നെ ഒന്ന് കഴുകിത്താ. അയ്യോ, എനിക്ക് പറ്റില്ല. എനിക്ക് സോപ്പ് അലർജിയാ. നീ തന്നെ സാവധാനം അങ്ങ് ചെയ്താ മതി, എല്ലാം ശരിയായിക്കോളും. ദേ, നീലിനോട് അടുക്കാനുള്ള അവസരം കളയല്ലേ. നീ ഇത് കല്ലില് സോപ്പിട്ട് കഴുകിയെന്ന് അറിഞ്ഞ നീലിന് ചിലപ്പോ നിന്നോടുള്ള ദേഷ്യം കുറച്ച് കുറഞ്ഞാലോ. ആണോ? അങ്ങനെ ദേഷ്യം കുറയോ? പിന്നെ കുറയും. വേഗം ചെല്ല്, പെട്ടെന്ന് കഴുകിയിടണം. ദേ, പിൻഭാഗത്തെ കഴുകാനുള്ള കല്ലുണ്ട്. എന്നാ പിന്നെ അമ്മായിയെ കൂടെ കൂട്ടി വിളിച്ചാലോ? അയ്യോ, അമ്മ കുളിക്കാൻ കേറി. നീ ചെല്ലു വേദ, കഴുകി തുടങ്ങിക്കോ. ഞാൻ അമ്മ എവിടെ നിന്ന് നോക്കട്ടെ. പിന്നെ നീ കഴുകുമ്പോ തുണികള് കീറിപ്പോവാതെ നോക്കണേ. നല്ല വിലയുള്ള തുണികളാ. ഈ ഷർട്ടൊക്കെ നല്ലതുപോലെ പശയിടണം. പശയോ? എന്ത് പശ? നീ ഇതൊക്കെ കഴുകി തീരുമ്പോഴേക്കേ ഞാൻ അങ്ങ് വന്നേക്കാം. പശ ഇടേണ്ടത് എങ്ങനെയാണെന്നേ ഞാൻ അപ്പ പറഞ്ഞുതരാം. ഇപ്പൊ നീ ചെന്ന് ഇതൊക്കെ കഴുകാൻ നോക്ക്. ദേ, നീലിന്റെ തുണിയാ. ഇത് കഴുകാൻ കിട്ടിയതേ നിന്റെ ഭാഗ്യമാ. അമ്മേ, അമ്മേ. അമ്മ കുളി കഴിഞ്ഞോന്ന് ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം. വേദ വയ്ക്കോ. അലവലാതി, അവള് രക്ഷപ്പെട്ടതാ. ദൈവമേ, ഞാനിത് എങ്ങനെ കല്ലിലിട്ട് കഴുകും? ഇത് പണിയായി പോയല്ലോ ഭഗവാനെ. ദൈവമേ, ഇത് വല്ലാത്ത പാറയായിപ്പോയി. വാഷിംഗ് മെഷീനിൽ അലക്കിയാ മതിയെന്ന് കരുതിയല്ലേ ഞാൻ ഈ കുരിശ് ഏറ്റെടുത്തത്. ആ തള്ളയോടും മോളോടും പറഞ്ഞിട്ട് ഒരെണ്ണത്തിനും വയ്യ.
സ്വന്തം തുണി പോലും ഡ്രൈ വാഷിന് കൊടുക്കുന്ന എനിക്ക് നീ തന്നത് വല്ലാത്ത പണിയാണല്ലോ ഭഗവാനെ. നീ ഇപ്പൊ എന്ത് ചെയ്യും? ഇത് കഴുകിയില്ലെങ്കിൽ നീലിന്റെ മുമ്പിൽ എന്റെ മാനം പോവും. അവള് തുണി എടുക്കാൻ വന്നപ്പോ അങ്ങ് കൊടുത്താ മതിയായിരുന്നു. ഇതിപ്പോ എനിക്ക് തുണി കല്ലിലിട്ട് കഴുകാൻ അറിയില്ല എന്ന് പറഞ്ഞാ ഇനി എന്തായാലും വരുന്നത് വരട്ടെ. വെള്ളം പിടിക്കാനുള്ള ബക്കറ്റ് ദേ ഇരിക്കുന്നു. ഭാഗ്യം, വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട്. അയ്യോ, സോപ്പ് പൊടിയിൽ മുക്കി വെക്കാം. സോപ്പ് പൊടി കൊള്ളാം. കൊച്ചമ്മ കല്ലില് തുണി കഴുകുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് തന്നെ കാര്യം. എന്താ വേദേ, ഞാൻ സഹായിക്കണോ? അതെ, നിന്റെ സഹായ ഉപദേശം ഒന്നും എനിക്ക് വേണ്ട. നീലിന്റെ തുണികളെ ഞാൻ തന്നെ കഴുകിക്കോളാം. എന്നാ പിന്നെ എന്തിനാ നോക്കി നിൽക്കുന്നേ? തുടങ്ങിക്കോ അലക്ക്. തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ കാര്യം നോക്ക്. ഇന്നിവൾക്കൊരു പണി കൊടുക്കണം. എന്നാ പിന്നെ നിന്റെ ജോലി നടക്കട്ടെ. അതെ, ഇതൊക്കെ ഞാൻ കഴുകിയിരുന്ന തുണികളാ. അതിന്റെ കഷ്ടപ്പാട് മുഴുവനും ഇതുവരെ അനുഭവിച്ചിരുന്നത് ഞാനാ. അതിന് ഞാൻ എന്ത് വേണം? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നടക്കട്ടെ, ജോലി നടക്കട്ടെ. തുണി കഴുകുന്ന കാര്യത്തിലേ ഏട്ടനൊരു കടുംപിടുത്തക്കാരനാ. നീ എന്താന്ന് വെച്ചാ തെളിച്ചു പറ. അല്ല, തുണി കല്ലിലിട്ട് നല്ലതുപോലെ അടിച്ചു കഴുകണം. കഴുകി കഴിഞ്ഞാലോ ഒരു ശകലം അഴുക്കെങ്കിലും തുണിയിൽ ബാക്കിയിരുന്നാ അത് മതി, ഏട്ടന്റെ സ്വഭാവം മാറും. അതുകൊണ്ട് തുണി കഴുകുമ്പോ ഒന്ന് നല്ലതുപോലെ അടിച്ച് കഴുകിക്കോണം. ഇല്ലെങ്കിൽ കഴുകിയ തുണികള് ഏട്ടൻ വീണ്ടും കഴുകിപ്പിക്കും. ഇനിയൊക്കെ നിന്റെ ഭാഗ്യം. എന്തായാലും തുണി കഴുകാൻ ഞാനൊരു ജോലിക്കാരിയെ വെക്കണമെന്ന് വിചാരിച്ചതാ. ഇനി അത് വേണ്ടല്ലോ. അപ്പൊ ശരി, നീ കഴുകി വെളുപ്പിച്ചോ. ദൈവമേ, ഞാൻ വേണ്ടാത്ത വേലയ്ക്കാണല്ലോ കൈവച്ചത്. അയ്യോ അയ്യോ അയ്യോ, എന്തൊരു ദാഹം. ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. ഗൗരി, അമ്മായി, കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ഗൗരി, അമ്മായി. ഒരെണ്ണം വിളി പോലും കേൾക്കുന്നില്ല. എന്തൊരു പരവേശം. ഇത്തിരി വെള്ളം കുടിച്ചിട്ട് ബാക്കി ചെയ്യുന്നുള്ളൂ. ഇവിടെ കിടക്കട്ടെ. എന്തായാലും അലക്കുകാരി ചമയല്ലേ, അപ്പൊ പിന്നെ ഇതും കൂടി ഇരിക്കട്ടെ. തുണി കഴുകി അവളുടെ നട്ടലൂടിയട്ടെ. അയ്യോ, നീ വരുന്നുണ്ട്.
അയ്യോ, നേരത്തെ ഇത്രയും തുണികളില്ലായിരുന്നല്ലോ. അതോ ഉണ്ടായിരുന്നോ? എന്തായാലും കഴുക. കഴുകടി, നീ കഴുകി ചാക്. ദൈവമേ, കഴുകിയിട്ടും തീരുന്നില്ലല്ലോ. അയ്യോ. അലക്ക് തൊഴിലാളികളുടെ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് സംഘടനാ നേതാക്കൾ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ ഫലമായിട്ടാണ് അലക്ക് തൊഴിലാളികളുടെ പെൻഷൻ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. വേദേ, നീ കേട്ടില്ലേ? അലക്ക് തൊഴിലാളികൾക്ക് പെൻഷൻ കൂട്ടിയെന്ന്. വേണമെങ്കിൽ നിനക്കും അപേക്ഷിക്കാം. ഓടി അവിടുന്ന്. നിനക്ക് ജ്യൂസ് വേണോ? വല്ലാതെ ക്ഷീണിച്ചു കാണും. എനിക്ക് വേണ്ട നിന്റെ ജ്യൂസ്. വേണ്ടെങ്കി വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇനി വേറെ എന്തൊക്കെ വാർത്തയുണ്ടെന്ന് നോക്കട്ടെ. ഒരു വാർത്തയുണ്ട്. സിനിമാ നടൻ നീൽ മഹേഷിന്റെ വീട്ടിൽ പുതിയ അലക്കുകാരിയെ നിയമിച്ചു. എടി, നിന്നെ ഞാൻ അയ്യോ മോളെ, വേദ ഓടി വാടി. അയ്യോ അമ്മായി, ഞാനല്ല. അമ്മായി, അയ്യോ അമ്മായി, അമ്മായി, ഞാൻ അമ്മായി എറിഞ്ഞതല്ല. അയ്യോ, അനുമതി അമ്മായിയുടെ കാറ്റ് പോയിന്നാ തോന്നണ. അപ്പോ ശരി, ഈ ശവം കൊണ്ടേ നീ ഇവിടെ തന്നെ ഇരുന്നു. ടാറ്റാ. അമ്മായി, അയ്യോ അമ്മായി, 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 എന്തേലും പറ്റിയോ? അയ്യോ അമ്മായി, അമ്മായി, അമ്മായി. മനസ്സുകൾ തമ്മിൽ ദൂരമുണ്ടാകുന്നത് ഒരു ദാമ്പത്യത്തിനും നല്ലതല്ല. മനുഷ്യരിലും മൃഗങ്ങളിലും സർവചരാചരങ്ങളിലും ഒരു ഇഴചേരലുണ്ട്. അത് പ്രകൃതി നിയമമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ അകലം പാലിക്കുന്നത് കൊണ്ട് ഒരിക്കലും നന്മയുണ്ടാവില്ല. അവർ തമ്മിൽ വല്ലാതെ അങ്ങ് അകന്നുപോയി സ്വാമിജി. ഒരു വേർപിരിയലിന്റെ വക്കിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. 2 മുറികളിലായി എത്ര കാലം ഈ ജീവിതം തുടരും? എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ. സ്വാമിജി, എന്തെങ്കിലും ഒരു വഴി പറയണം. കുടുംബത്തിനകത്തെ പ്രശ്നങ്ങൾ എന്നേക്കാൾ നിങ്ങൾക്ക് തന്നെയല്ലേ അറിയാവുന്നത്. അത് നിങ്ങൾ തന്നെ പരിഹരിച്ചേ മതിയാവൂ. പക്ഷേ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം. സ്വാതി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പെൺകുട്ടിയാ. നീലിന്റെ ജാതകത്തിനൊപ്പം ചേരുന്ന ജാതകമാണ് അവളുടേത്. നീലിന്റെ ജാതകത്തിലുള്ള അതേ പാപദോഷങ്ങളും ഭാഗ്യചിഹ്നങ്ങളും സ്വാതിയുടെ ജാതകത്തിലുമുണ്ട്. ഒരിക്കലും നീലിന്റെ ജീവിതത്തിൽ നിന്ന് അകന്നുപോകാൻ സ്വാതിയെ അനുവദിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ നീലിന് ഇപ്പോഴുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടും. ജീവിതത്തിൽ സന്തോഷമില്ലാതാവും. നഷ്ടങ്ങളിലേക്ക് അയാൾ കൂപ്പുകുത്തി വീഴും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്വാതിയുടെ ജീവിതത്തിൽ കൂടിയേ അയാൾക്ക് പൂർണ്ണത കൈവരിക്കാൻ സാധിക്കൂ. സ്വാമിജി പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എത്ര പറഞ്ഞിട്ടും നീലിനത് മനസ്സിലാവുന്നില്ല. അയാൾക്ക് ഇപ്പോൾ സമയം വളരെ മോശമാണ്. ഈ സമയത്ത്
അയാൾക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത് സ്വാതിയുടെ ഭാഗ്യത്തിന്മേൽ മാത്രമാണ്. അവനിപ്പോ ജീവിതത്തിൽ നിന്ന് എന്നെ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്. ഒരു കാര്യത്തിനും ഒരു ഉന്മേഷമില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വേണമെങ്കിൽ ഒളിച്ചോടാം. അങ്ങനെ ചെയ്താൽ ജീവിതം പൂർണ്ണ പരാജയമാവും. അതുകൊണ്ട് ഇപ്പൊ വേണ്ടത് നീലിന്റെ ജീവിതത്തിൽ നിന്നും സ്വാതി ഇറങ്ങിപ്പോവാതെ നോക്കുകയാണ്. സ്വാതി പോയാൽ പിന്നെ നീലുണ്ടാവില്ല. അപ്പോ കാണാം സ്വാമിജി, ഞാൻ വിളിക്കാം. ശരി, ആയിക്കോട്ടെ. കൊള്ളാം നീലിന്റെ മുറി. ഇന്നലെ വരെ സ്വാതി നീലിന് വേണ്ടി സന്തോഷത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇനി ഞാനാ ചെയ്യാൻ പോന്നെ. സ്വാതി ഔട്ട്, പകരം ഈ വേദ അകത്ത്. പണ്ട് നീലിന്റെ വലത് കൈ പിടിച്ച് ഞാൻ കയറി വരാൻ ആഗ്രഹിച്ചിരുന്ന വീട് ഇപ്പോഴും ഒന്നും മാറിയിട്ടില്ല. ഇനി നീലിന് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞാൻ ഈ കഴുകിയ തുണികളൊക്കെ ഒന്ന് അടുക്കി വെക്കാൻ വന്നതാ. ഇനി മുതൽ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. സ്വന്തമായി ഇതൊന്നും ചെയ്യുന്ന ആളല്ല നീലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിതൊക്കെ ഒന്ന് അടുക്കി വെക്കാൻ തീരുമാനിച്ചു. എന്തായാലും നീലിന പഴയ വിരോധം എന്നോടിപ്പോ ഇല്ലാന്ന് എനിക്കറിയാം. മോദി, ഈ മുറിയിലെ നിന്റെ സേവനം ഇനി മേലിൽ ഈ മുറിക്കകത്ത് കയറരുത്. അതെനിക്ക് ഇഷ്ടമല്ല. നീൽ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നീലിന്റെ ജീവിതം ഇപ്പോഴത്തെ അവസ്ഥയിലാവാൻ കാരണം ഞാനല്ല, സ്വാതിയാ. അതിന് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? എന്റെ അമ്മയെ കൊന്ന നിന്നോട് പിന്നെ ദേഷ്യമല്ലാതെ ഞാൻ എന്താ കാണിക്കേണ്ടത്? ഓ, അതാണോ? അത് നിനക്ക് നിസ്സാരമായിട്ട് തോന്നാം. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ അമ്മയുടെ ജീവനാ. അത് മറക്കാൻ എനിക്ക് ഈ ജന്മത്ത് പറ്റില്ല. നീൽ, സത്യത്തിൽ അത് മനഃപൂർവ്വം സംഭവിച്ചതല്ല, ഒരു അബദ്ധം പറ്റിയതായിരുന്നു. ഇത് തന്നെയാ അവളും പറഞ്ഞത്, അബദ്ധം പറ്റിയതാണെന്ന്. നീയും അവളും തമ്മിൽ എന്താടി വ്യത്യാസം? അതുകൊണ്ട് മേലിൽ ഇത്തരം തരികിട നമ്പറുമായിട്ട് നീ ഈ മുറിയിലോട്ട് കയറി വരരുത്. മനസ്സിലായോ? നീലൊന്നു പതുക്കെ. എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? സമാധാനമായിട്ടൊന്ന് സംസാരിച്ചൂടെ? പഴയ ശീലങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല. ഇല്ല, ഒരു മാറ്റവും ഇല്ല. ഇനി ഒട്ടും മാറാൻ ഉദ്ദേശിക്കുന്നുമില്ല. നീ വേഗം സ്ഥലം വിടാൻ ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഇനി ഞാൻ പിടിച്ചിറക്കി വിടണോ? അങ്ങനെയാണെങ്കിൽ അതൊന്ന് കണ്ടിട്ടേ ഉള്ളൂ കാര്യം. ധൈര്യം ഉണ്ടെങ്കിൽ നീൽ എന്നെ ഒന്ന് പിടിച്ച് പുറത്താക്ക്. എടി, നിന്നോടല്ലേ പറഞ്ഞ ഇറങ്ങി പോവാൻ. ഇറങ്ങി പോ പുറത്ത്. നീൽ, വാതിൽ തുറക്ക്. ഏയ് നീൽ, എനിക്ക് സംസാരിക്കാനുണ്ട്. നീൽ, പ്ലീസ്. നീ ഒന്നും പറയണ്ട. നീൽ, എന്ത് പറ്റി? നിന്നെ ഏട്ടൻ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടോ? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഓ, എന്തായിരുന്നു നിന്റെ വീരവാദം? എന്നെ പടിയിറക്കി എന്റെ ഏട്ടന്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി ചെല്ലൂന്നായിരുന്നല്ലോ നിന്റെ ഭീഷണി. എന്താ നിന്റെ നാടകം പഴയതുപോലെ ഏക്കുന്നില്ലേ? വേദ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്താൻ എനിക്കറിയാം. ഇന്ന് നീൽ എന്നെ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടു.
പക്ഷേ ഇതുകൊണ്ടൊന്നും വേദ പിന്മാറില്ല. ഓരോ തവണ പരാജയപ്പെടുമ്പോഴും കൂടുതൽ വാശിയോടെ ഞാൻ നീലിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. ഒടുവിൽ ഒരു ദിവസം നീലിന് എന്നെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. കഷ്ടം. നീ കുറെ കാലം ഏട്ടനെ സ്നേഹിച്ചെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഏട്ടന്റെ സ്വഭാവത്തെക്കുറിച്ചും ശീലങ്ങളെക്കുറിച്ചും നീ എന്തേ മനസ്സിലാക്കിയില്ല? വെറുതെ ഒരാളെ സ്നേഹിച്ച മാത്രം പോരാ, അയാളുടെ മനസ്സും കൂടി മനസ്സിലാക്കണം. അതിന് നിനക്ക് ഈ ജന്മം കഴിയില്ല വേദേ. നീ എത്രയൊക്കെ അടുത്തു ചെല്ലാൻ ശ്രമിച്ചാലും ഏട്ടൻ നിന്നെ ഇതുപോലെ വാതിലിന് പുറത്താക്കിക്കൊണ്ടിരിക്കും. കാരണം എന്താണെന്നറിയോ? എന്റെ ഏട്ടന്റെ ജീവിതത്തിലെ പെണ്ണ് ഞാൻ മാത്രമാണ്.